ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് മെയ് 15 തിരുസഭ മാതാവ് വചന വിചിന്തനമായി നമുക്ക് നൽകുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവും പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തെയും സ്നേഹത്തെയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ അറിയിക്കുന്നത്. സ്നേഹത്തിന് മറ്റൊരു പദമുണ്ട്, അത് സന്തോഷമെന്നാണ്. നമ്മൾ മനുഷ്യരും പരസ്പരം പിതാവും പുത്രനും തമ്മിലുണ്ടായിരുന്ന സ്നേഹം അനുകരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ സന്തോഷം പൂർണ്ണമായി ശിഷ്യന്മാർക്ക് ലഭിക്കണമെന്ന് യേശു അതിയായി ആഗ്രഹിച്ചിരുന്നു. യേശുവിനോടൊത്ത് നാം നിന്നാൽ മാത്രമേ സന്തോഷമുണ്ടാവുകയുള്ളൂ എന്നും യേശുവിൽ നിന്ന് മാറി നമ്മൾ ചരിച്ചാൽ സന്തോഷമുണ്ടാവുകയുമില്ല എന്ന് ഇന്നത്തെ സുവിശേഷകൻ നമ്മളോട് പറയുന്നു. പൂർണ്ണതയിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം വേണം. സന്തോഷം എന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. എന്താണ് സന്തോഷം? യേശുവിൻ്റെ സന്തോഷം എങ്ങനെ നമുക്ക് ലഭിക്കാൻ സാധിക്കും? മനുഷ്യരുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന സന്തോഷവും യേശുവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് സമ്പാദ്യത്തിൽ നിന്ന് എന്നതിനേക്കാൾ പ്രത്യാശയിൽ നിന്ന് വരുന്നതാണ്. പ്രത്യാശയിൽ സന്തോഷിക്കുമെന്ന് പല സ്ഥലത്തും നമ്മൾ ബൈബിളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നവ കിട്ടുമ്പോഴുള്ള സന്തോഷത്തെക്കാൾ ഉപരിയായി നമുക്കുള്ളവ കൊടുക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാം നേടുന്നതിനേക്കാൾ ഉപരി നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം എന്നത്. കാരണം ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾ വെറും കൈയോടെയാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോകുന്നതും വെറും കൈയോടെയാണ്. തുറന്ന കരങ്ങൾ സന്തോഷത്തിൻ്റെ പ്രതീകാത്മകമാണ്. അപരനെ സഹായിക്കുന്നതോടൊപ്പം ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന സന്തോഷം അനവധിയാണ്. ഈ ലോകത്തിൽ എല്ലാം നേടിയവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മറ്റുള്ളവർക്കെല്ലാം പകർന്നു കൊടുത്തവരാണ്. നമുക്ക് യേശുവിൻ്റെ സന്തോഷവും നമ്മുടെ സന്തോഷവും തമ്മിലൊരു താരതമ്യം നടത്താം. നമ്മുടെ സന്തോഷം പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്നാണ് വരുന്നത്. നാം ആഗ്രഹിക്കുന്നവയെല്ലാം ലഭിക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും സന്തോഷമുണ്ടാകും. പാരിതോഷികങ്ങളും ബിരുദങ്ങളും ലഭിക്കുകയാണെങ്കിൽ സന്തോഷമുണ്ടാകും. എന്നാൽ യേശു സന്തോഷിച്ചത് തൻ്റെ ആത്മാവിലാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. സ്നാപകൻ യേശുവിലാണ് ആനന്ദിച്ചത്. ഇപ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന വചനം നമ്മളെ ഇതിനോട് ചേർത്ത് പിടിക്കുന്നു. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ യേശുവിനെ സന്തോഷിക്കുവാൻ യാതൊരു കാരണവുമില്ല എന്ന് തന്നെ പറയാം. ജീവിതത്തിലുടനീളം സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ യേശു പിതാവുമായി ഒന്നാകുമ്പോൾ അവൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നും നമുക്ക് വചനത്തിൽ വായിക്കുവാനും കാണുവാനും സാധിക്കും. തല ചായ്ക്കുവാൻ ഇടമില്ലാത്ത വ്യക്തിയായിരുന്നു. താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന സഹനങ്ങളെ മുൻകൂട്ടി അറിയുകയും അത് പല പ്രാവശ്യം പ്രവചിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. എങ്കിലും അഗാധമായ സന്തോഷം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ജെറുസലേമിലേക്ക് വരുന്നത് മരണം വരിക്കുവാനാണെന്ന് അവൻ അറിഞ്ഞിട്ടും ജെറുസലേം നിവാസികൾ നൽകിയ ഓശാന സ്വീകരണം ഏറ്റുവാങ്ങി അതിലവൻ സന്തോഷിച്ചിരുന്നു. ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും പലവിധ സഹനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമെന്നറിഞ്ഞിട്ടും അവൻ സന്തോഷിച്ചിരുന്നെങ്കിൽ ആ സന്തോഷം ദൈവത്തിൽ നിന്ന് ലഭിച്ച സന്തോഷമാണ്. സന്തോഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതല്ല, മറിച്ച് യേശുവുമായി ഒന്നാകുമ്പോൾ ഒരുവൻ അനുഭവിക്കുന്ന സന്തോഷമാണ്. സന്തോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റില്ല, മറിച്ച് അത് പകർന്ന് നമ്മൾ കൊടുക്കും. പകർന്നു കൊടുക്കുന്ന സന്തോഷമാണ് യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം. ശിഷ്യന്മാരെ ലോകത്തിൽ നിന്നെടുക്കാതെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ലോകവ്യാപാരങ്ങളിൽ ഇടപെടുമ്പോൾ സത്യവും നീതിയും പുലർത്തി അവിടെ ദൈവിക ചൈതന്യം നിറയ്ക്കണമെന്നും അവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. അല്ലാതെ ലോകത്തിൽ നിന്ന് മാറി വനാന്തരങ്ങളിലെ ഏകാന്തതയിൽ ജീവിക്കണമെന്നല്ല യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ലോകത്തിൽ നിന്ന് മാറി നിൽക്കാതെ ലോകത്തിൽ നിന്ന് ചേർന്നുകൊണ്ട് തിന്മയിൽ നിന്ന് അകന്നു നിന്ന് ദൈവത്തെ പൂർണ്ണമായും സ്നേഹിച്ച്
നമ്മൾ ജീവിക്കുന്ന ലോകത്തെ പവിത്രീകരിക്കണമെന്നാണ് യേശു നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ഓരോ ക്രിസ്ത്യാനിയും സാമൂഹ്യ ജീവിതത്തിൽ പങ്കുചേരണമെന്ന് ഇതിന് സാരമുണ്ട്. ക്രിസ്ത്യാനികൾ നടത്തുന്ന വ്യാപാരം സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൈവിക മൂല്യങ്ങൾ പ്രസരിപ്പിക്കണം. നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ആ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. യേശു ലോകത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് രാത്രി കാലങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമായിരുന്നു. അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ടിയായിരുന്നു. ആയതിനാൽ തന്നെ ദൈവത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് നൽകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കണം. ഏതൊരുവനാണ് അഗാധമായി ദൈവവുമായി പ്രാർത്ഥനയിൽ ഒന്നാകുന്നത് അവൻ്റെ ഉള്ളിലും അവനോടൊപ്പം ആയിരിക്കുന്നവർക്കും സമൂഹത്തിനും സന്തോഷം നൽകുവാൻ അവന് സാധിക്കും. നമുക്കിത് ചിന്തിക്കാം. യഥാർത്ഥ സന്തോഷത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ യഥാർത്ഥ സന്തോഷത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും യേശുവിൽ നിന്നുള്ള സന്തോഷത്തിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശുവിനോട് കൂടെയുള്ള സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്? നമുക്കും ചിന്തിക്കാം.